ഹലോ, അഭിജയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഹരിതാപയും പച്ചപ്പൊക്കെ ഉണ്ടല്ലേ. എന്തായാലും വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് പുറത്തു പോകുന്ന പരിപാടി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതിൻ്റെ മാക്സിമം സാധനങ്ങൾ അപ്പോൾ ഓരോ തവണയായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ പറമ്പിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. പിന്നെ എന്താ, ഈ പറമ്പൊക്കെ മഴ പെയ്തപ്പോൾ നിറയെ പുല്ലൊക്കെ മുളച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാഴ്ച മുന്നേ ആയിട്ട് പറമ്പൊക്കെ നല്ല ക്ലീനാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് വീഡിയോ എടുക്കാൻ പറ്റിയ അവസരം എന്ന് തോന്നി. അപ്പോൾ എന്നാലും നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പറമ്പിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അപ്പുറം പിന്നെ റോഡും പിന്നെ എന്താ അവിടെ വേറെ സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ തന്നെ ഐറ്റം ഈ ഒരു തേക്കിൻ്റെ മരമാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ആ ഒരു പോർഷനിൽ രണ്ടെണ്ണം കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ട്. അപ്പോൾ അടുത്തത് ഇതാ ഈ ഒരു ചേമ്പാണ് കേട്ടോ. ചേമ്പ് ഓൾറെഡി കുറച്ച് ചേമ്പൊക്കെ പറമ്പിൻ്റെ പണിയെടുക്കുമ്പോൾ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചേമ്പുകളൊക്കെ ഇവിടെയുണ്ട്. ബാക്കിയുള്ളത് അപ്പുറത്തെ സൈഡ്, അവിടെയാണ് കുറച്ച് ചേമ്പിൻ്റെ കൃഷിയൊക്കെ ഉള്ളത്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് വാഴയായിരുന്നു. വാഴ ഈ പറമ്പ് നിറയെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നെ ഈ പറമ്പിൽ ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും വെളിച്ചം കിട്ടാത്തൊരു പ്രശ്നം വന്നപ്പോൾ കുറേയൊക്കെ വാഴകളൊക്കെ ഞങ്ങൾ ഈ പറമ്പിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് വെട്ടിക്കളഞ്ഞു. ഓക്കെ, അടുത്തത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ജാതിയാണ്. ഇത് ഏകദേശം ഒരു 8 വർഷമൊക്കെ ഉണ്ട് ഈ ഒരു ജാതി വെച്ച് പിടിപ്പിച്ചിട്ട്. ഇപ്പോൾ ഇതിൻ്റെ മേലെ കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു ജാതിയുണ്ട്, അതിൻ്റെ മേലെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതിൻ്റെ മേലെ ഒരു 3 കായൊക്കെ ജാതിക്ക ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ജാതിക്ക, ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ജാതി ഒരു 3 എണ്ണം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറമ്പിൽ കുറച്ച് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. അത് പിന്നെ എന്താ, ഇതുപോലെ വാഴയും തെങ്ങും ഒക്കെ ഉള്ളത് കാരണം ഒരു ചെറിയ വെളിച്ചക്കുറവ് പറമ്പിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മു. പപ്പയുടെ അമ്മു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ്. അമ്മുവിന് 2 കുട്ടികൾ കൂടെയുണ്ട്. അവരത് അവിടെയാണ്, വീടിൻ്റെ അടുത്താണുള്ളത്. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ മെമ്പറാണ് അമ്മു. ഇവിടെ ഒരു മാവ് കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. ഈ ഒരു ചെടിക്ക് മുള്ളാത്താണെന്നാണ് പറയുക. അത് ക്യാൻസർ പേഷ്യൻസിനൊക്കെ അതിൻ്റെ കായ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു നെല്ലിക്കയുടെ ചെടി കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെളിച്ചക്കുറവുള്ളത് കാരണം ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് വളർന്ന് വന്നിട്ടില്ല. ഒരു തേക്ക് ഇവിടെയുണ്ട്. പിന്നെ ജാതിയുടെ വലിയത്, ഇതാണ് ഏറ്റവും വലുത്. ഇതിൻ്റെ മേലെയും കായകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൂടെ ഒരു മാവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കൂടുതലും തെങ്ങുകളാണ്. തെങ്ങ് എന്ന് പറയുമ്പോൾ കൂടുതലും മുന്നേ ഉണ്ടായിരുന്ന തെങ്ങൊക്കെ കുറച്ചൊക്കെ നാശമായി പോയിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗമൊക്കെ ഇടി തട്ടിയിട്ടോ അങ്ങനെയൊക്കെ 2 തെങ്ങ് നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പപ്പ ഇതുപോലത്തെ ചെറിയ തെങ്ങുകളുണ്ടല്ലോ, നമുക്ക് 3 വർഷം കൊണ്ട് കായകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈറ്റ് കുറഞ്ഞിട്ടില്ല, അതുപോലത്തെ തെങ്ങുകളാണ് ഇപ്പോൾ പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് അതിൻ്റെ ഓല വന്ന് മറിഞ്ഞിട്ട് വേറെയുള്ള സൂര്യപ്രകാശം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലത്തെ തെങ്ങുകൾ ഒരു 5-7 തെങ്ങൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ചെറിയ തെങ്ങുകൾ. ഇത്രയും ഹൈറ്റ് തന്നെ ഇത് വന്നിട്ടുള്ളൂ. ഇനിയൊരു 2 വർഷമൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ ഇത് വളർന്ന് തേങ്ങയൊക്കെ ഉണ്ടാവാൻ കുറച്ചും കൂടി ടൈം എടുക്കും. പക്ഷേ ഈ ഒരു തെങ്ങിന് ഉണ്ടാവുന്ന മെയിൻ പ്രശ്നമാണ് കൂമ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ കൃഷിഭവനിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൃഷിഭവനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഈ കൂമ്പ് ചെയ്യലിനുള്ള മരുന്നൊക്കെ അവർ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് പത്രത്തിൻ്റെ കൂടെ എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. കേരമിത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് തേങ്ങ ഇടാനും അതുപോലെ ഈ കൂമ്പ് ചെയ്യലിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നോക്കിയപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് എത്ര ഹൈറ്റുള്ള തെങ്ങാണെങ്കിലും അവർ കയറും, അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് എല്ലാ തെങ്ങിലും, ഈ ഒരു ചെറിയ തെങ്ങിലൊക്കെ ഉള്ള വണ്ടിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഈ ഒരു വണ്ട് തന്നെ കണ്ടില്ല,
വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടാണ് നമ്മുടെ തെങ്ങിനൊക്കെ മെയിൻ പ്രശ്നക്കാരനായിട്ടുള്ളൊരു വണ്ട്. അപ്പോൾ ഓരോ തെങ്ങിലും ഈ ഒരു മരുന്ന് വെക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു വണ്ടിനെ കണ്ടിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു 2-3 എണ്ണം തെങ്ങിൻ്റെ ഇടയിൽ നിന്നൊക്കെ കിട്ടി. ഇതിൻ്റെ മെയിൻ കൂമ്പിലാണ് ഈ ഒരു വണ്ട് ഉണ്ടാവുക. അപ്പോൾ അതിനെ മാറ്റിയിട്ടാണ് ഇതിൻ്റെ മരുന്നൊക്കെ അടിച്ചു കൊടുത്തത്. അപ്പോൾ അവരതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ചെറിയ തെങ്ങുകൾക്ക് കൂമ്പ് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ടാൽ മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കുരുത്തോലകൾ, ചെറിയ പുതിയ ഓലകൾ വരുമ്പോൾ അത് ഓലയായിട്ട് മാറാണ്ട് പൊട്ടിയിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ വേറെ നിങ്ങൾക്ക് മനസ്സിലാവുക ഇതിങ്ങനെ കൊലച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് സൈസ് ആവുന്നതിന് മുന്നേ ചെറിയ പ്രായത്തിൽ തന്നെ അതിങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ തെങ്ങിന് പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അതിന് കറക്റ്റ് നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തെങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക സംരക്ഷിച്ച് കൊണ്ടുപോവുക. നമുക്ക് പിന്നെ തേങ്ങയില്ലാണ്ട് ഒരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണല്ലേ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് തേങ്ങയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. നല്ല സുലഭമായിട്ട് തന്നെ തേങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. അത് പപ്പയുടെ ഈ ഒരു പരിപാലനം കൊണ്ട് തന്നെയാണ്. കാരണം കറക്റ്റ് ടൈമിൽ പറമ്പിൽ പണിയെടുപ്പിക്കുക, പിന്നെ എന്താ അതിന് വേണ്ട വളമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, അതൊക്കെ നല്ല രീതിയിൽ പപ്പ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് തെങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ വിളിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരും. ഞങ്ങളിപ്പോൾ കുന്നംകുളത്തുള്ള ഞങ്ങളുടെ കൃഷിഭവനിലാണ് ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചതും. അതുപോലെ തന്നെ കേരമിത്ര എന്ന് പറഞ്ഞ അവരുടെ നമ്പർ നമുക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അവർ വീട്ടിൽ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണ് അരിനെല്ലിക്ക എന്നാണ് ഞങ്ങളിവിടെ പറയുക. ഒരു ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, നമ്മൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ വഴിയോരത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയ നെല്ലിക്കയുണ്ട്, അതിൻ്റെ മരമാണിത്. അപ്പോൾ അടുത്ത മെയിൻ ഒരു സാധനമാണ് ഈ ഒരു പ്ലാവ്. ഇതിന് ആയൂർ ജാക്ക് എന്നാണ് പറയുക. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഈ ഒരു ആയൂർ ജാക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. 3 വർഷം കൊണ്ട് ഇതിൻ്റെ മേലെ ചക്ക ഉണ്ടാവും എന്നുള്ളതാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു പ്ലാവിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് വെച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമായി. നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ മേലെ ചക്ക ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പരിപാലനമൊന്നും ചെയ്യുന്നില്ല. വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്, പറമ്പ് നനക്കുമ്പോൾ ഉള്ള വെള്ളം നനയൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ആയൂർ ജാക്കിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എന്താ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആയൂർ ജാക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പറമ്പിൽ എന്താ മുന്നേ ഈ പ്ലാവും മാവൊക്കെ ചെറുതാണല്ലോ എന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല. 2016 ഈ ഒരു അറത്താറ്റ് ദേശത്ത് മാത്രമായിട്ട് ഒരു ചുഴലിക്കാറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ ചുഴലിക്കാറ്റ് തന്നെയായിരുന്നു അത്. ഞങ്ങളുടെ വീട് ഒഴികെ പറമ്പിൽ എന്താ പറയുക എല്ലാ സാധനങ്ങളും, തെങ്ങിന് ഭാഗ്യത്തിന് കേടുപാടൊന്നും സംഭവിച്ചില്ല. ബാക്കി ഈ പറമ്പിലുണ്ടായിരുന്ന മുഴുവൻ മരങ്ങളും 4 പ്ലാവ്, ഒരു മാവ്, പിന്നെ ഒരു ഇരുമ്പം പുളി, പിന്നെന്താ ഈ പറമ്പിലുണ്ടായിരുന്ന മുഴുവൻ വാഴകൾ എല്ലാതും ആ ഒരു ചുഴലിക്കാറ്റിൽ നശിച്ചു പോവാണ് ഉണ്ടായത്. പിന്നെന്താ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സൈഡിലൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വലിയ പുളിമരം ഉണ്ടായിരുന്നു, അത് നേരെ ഈ വീട്ടിലേക്ക് വീണു. അപ്പോൾ ആ പുളിമരം വീഴുന്ന ഏരിയയിലുള്ള മുഴുവൻ മരങ്ങളും ആ ഒരു ചുഴലിക്കാറ്റോടുകൂടെ തന്നെ പോയി. അപ്പോൾ ഈ ഒരു പറമ്പ് എന്ന് വെച്ചാൽ പ്ലെയിനായിട്ട് കിടക്കായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ എൻഡ് വരെ പിന്നെ ഒരു മരങ്ങളുമില്ല. ഇങ്ങനെ തെങ്ങ് മാത്രമേ ഉണ്ട്, ബാക്കി നമുക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയായിരുന്നു. ആ ചുഴലിക്കാറ്റിന് ശേഷമാണ് പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ രണ്ടാമതും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതുതായിട്ട് വെച്ച് പിടിപ്പിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡിസംബർ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചക്കകളൊക്കെ അതിന് പൂവിട്ട് തുടങ്ങുന്ന രീതിയിലുള്ളൊരു അടിപൊളി ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം ചുഴലിക്കാറ്റിലുണ്ടായത്. അപ്പോൾ അതിനൊക്കെ ബദലായിട്ട് ഞങ്ങളിതായി ഇപ്പോൾ ആയൂർ ജാക്കും വേറൊരു പ്ലാവ്, താമരച്ചക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാവ് അവിടെയുണ്ട് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവും എന്തായാലും. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കൊക്കെ പ്ലാവൊക്കെ ഉണ്ടായി വരട്ടെ, അല്ല ചക്കയൊക്കെ ഉണ്ടായി വരട്ടെ എന്തായാലും. അപ്പോൾ ഇനി അടുത്ത സാധനം, പിന്നെ ഇതാ മുരിങ്ങ മരം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് മുരിങ്ങ ഇലയും മുരിങ്ങക്കായൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടാറുണ്ട്.
പിന്നെ അടുത്തത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനം തന്നെയാണ് ചാമ്പക്ക. ചാമ്പക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാകുമ്പം പിന്നെ ആർക്കും കഴിക്കാൻ കുറച്ച് താല്പര്യക്കുറവുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമാണ്. ചാമ്പക്കൊക്കെ ഉണ്ടായി വരുന്ന സമയം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ചാമ്പക്ക ഇത്തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി വെടിപ്പാക്കിയതാണ്. പിന്നെ ഇതാ പേരക്കയുണ്ട്. പേര വേറൊരു പേരമരം അവിടെയും കൂടെയുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരു ഇത് കൂവയാണ് കേട്ടോ. കൂവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു വൈറ്റ് കളറ്. അതിൻ്റെ കായായിട്ടും തിന്നും. പിന്നെ എന്താ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, തിരുവാതിര സ്പെഷ്യലായിട്ട് കൂവ ഡിഷസൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു കൂവയാണിത്. അപ്പോൾ ഇത് മഞ്ഞളാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു അളവ് തന്നെയേ ഉള്ളൂ. ഞങ്ങൾ മൂന്നാറിൽ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മഞ്ഞളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഞങ്ങൾ ഒരെണ്ണം അതിൻ്റെ അന്ന് പറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിളവെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വച്ചേക്കുകയാണ്. പിന്നെ ചേമ്പൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ചേമ്പൊക്കെ വിളവെടുത്തിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേമ്പിൻ്റെ താള്, അതിൻ്റെ കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ മമ്മീനെ എനിക്ക് ചേമ്പും താളും പരിപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചേമ്പിട്ടിട്ടുള്ള മോരുകറി, അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇവിടെയുണ്ട് ഒരു പേരമരം. ഇതൊരു റെഡ് കളർ, ഉള്ളിൽ റെഡ് കളറുള്ള പേരയാണ്. അത് പിന്നെ വൈറ്റ് കളറാണ് ഇതിൻ്റെ. ഇത് 1-2 ഇതിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിറയെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. പിന്നെ നെക്സ്റ്റ് ഇവിടെയുണ്ട് ഇതുപോലൊരു നെല്ലിക്കയുടെ വെച്ച് പിടിപ്പിച്ചിട്ട്. അത് ചെറുതാണ്, അത് ഒത്തിരി ഒന്നും ആയിട്ടില്ല വെച്ച് പിടിപ്പിച്ചിട്ട്. പിന്നെ നെക്സ്റ്റ് ഈ അമ്പഴങ്ങയാണ്. ഇത് അരുൺ പറഞ്ഞിട്ടാണ് കേട്ടോ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അരുണിന് ഭയങ്കര ഇഷ്ടമാണ് അമ്പഴങ്ങ എന്ന് പറഞ്ഞപ്പോൾ പപ്പ ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഴിച്ചിട്ടുള്ളതാണ്. ഇത് മുന്നേ ഉണ്ടായിട്ടുണ്ട് അമ്പഴങ്ങയൊക്കെ. അപ്പോൾ ഇതാ നെക്സ്റ്റ് പൂവിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അമ്പഴങ്ങ. ഒരു അരിനെല്ലിക്കയുടെ മരം കൂടി ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അന്നുവിൻ്റെ ഫേവറേറ്റ്, ചേച്ചിയുടെ മോളുടെ ഫേവറേറ്റാണ് ഈ അരിനെല്ലിക്ക. അപ്പോൾ അവയ്ക്ക് വേണ്ടിയിട്ടാണ് പപ്പ 2 അരിനെല്ലിക്ക ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കറ്റാർവാഴ ഒരുപാടുണ്ട്. ആദ്യം നമ്മൾ ഒരേ ഒരു തണ്ടായിട്ട് കൊണ്ടുവന്നിട്ട് ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റി നമ്മൾ അവിടെ ഗ്രോ ബാഗിലൊക്കെ കുറേ ഉണ്ട്. അതുകൂടാതെ ഇതുപോലെ മണ്ണിലും കുഴിച്ചിട്ടു. അപ്പോൾ നല്ല രീതിയിൽ അത് കറ്റാർവാഴയുണ്ട്. അപ്പം മുടിക്കൊക്കെ തേക്കാൻ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ആ ഒരു കറ്റാർവാഴ. പിന്നെ ഇത് നിങ്ങൾക്കറിയായിരിക്കും പനിക്കൂർക്ക. നമുക്ക് എന്താ പറയുക, ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കുമ്പോൾ ഒക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് ആവി പിടിക്കാൻ പറ്റിയ പനിക്കൂർക്കയാണിത്. ഇവിടെ പറമ്പിലൊരു പൂ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചേഞ്ചിങ് റോസാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ, കാലത്ത് ഇതിന് വൈറ്റ് കളറും ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയതിന് ശേഷം ഇതുപോലെ പിങ്ക് കളറായിട്ട് വരുന്ന ഒരു ഫ്ലവറാണിത്. പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ പപ്പായ മരത്തിൽ ഇത്രയും പപ്പായൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇവിടെയുണ്ട് പപ്പായ മരം. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ഈ ഒരു ടൈപ്പ് പപ്പായയാണ്. ഇവിടെ ഒരു മാവ് ഇവിടെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ താമരച്ചക്ക എന്ന് പറഞ്ഞത്. താമരച്ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓറഞ്ച് കളർ, റൗണ്ട് ഷേപ്പിലായിട്ട് ഓറഞ്ച് കളർ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതാണ് താമരച്ചക്ക എന്ന് പറയുന്നത്. പിന്നെ ഇത് പപ്പായ. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ്. റെഡ് ലേഡി എന്നാണ് പപ്പ ഇതിന് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു പപ്പായയുടെ പേര്. ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാങ്ങ ഇഞ്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഓൾറെഡി പറമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇത് എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പപ്പ പറഞ്ഞു ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതിങ്ങനെ ഏതിൻ്റെയെങ്കിലും മേലെ പടർത്തുന്ന രീതിയിൽ വേണം അത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചട്ടിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ലക്ഷ്മി തരു. ഇതും ഒരുപാടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ലക്ഷ്മി തരു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വെട്ടിയിട്ടുള്ളതാണ്, ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളതാണ് ലക്ഷ്മി തരു. ഇനി അടുത്തത് ഈ ഒരു മാവ് പിന്നെ കുറച്ച് മുന്നേ ഉള്ളൊരു മാവ് തന്നെയാണ്. ഇതിൻ്റെ മേലെ ഈ ലാസ്റ്റ് ഇയറൊക്കെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വള്ളി ഇതിനെയാണ് കയ്പാമൃതി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കുടിക്കുകയാണെങ്കിൽ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത്. അത് അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവിനെ ചുറ്റി മൊത്തത്തിൽ ആ ഒരു കയ്പാമൃതി ഉണ്ട്. ഇത് ചെറുനാരങ്ങയുടെ ചെടിയാണ്. അപ്പോൾ അതും വളർന്ന് ഒരു ചെറുനാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ഉണ്ടായിട്ട് തുടങ്ങിയിട്ടില്ല.
പിന്നെ ഇത് അടുക്കള ചീര, നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഇതാണ് അടുക്കള ചീര. ഇതാണ് നമ്മളെ കറുപ്പം മരം. അത് നിങ്ങൾ ഓൾറെഡി ഞാൻ കുമ്പിളപ്പം ഉണ്ടാക്കിയപ്പോൾ എടുത്തത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സൈസുള്ള ഒരു കറുപ്പം മരം ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ മെയിൻ ആളാണ് കേട്ടോ കറിവേപ്പിലയുടെ മരം. ഏകദേശം 50 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ് ഈ ഒരു കറിവേപ്പിലയുടെ മരം എന്ന് പറയുന്നത്. 50 അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സുലഭമായിട്ട് കറിവേപ്പില കിട്ടാറുണ്ട്. ഇതാണ് കേട്ടോ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് ബീഫ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, സർവ്വസുഗന്ധിയുടെ ഇല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഈ ഒരു മരമാണ്. ഓരോ തവണയും ഇത് വലുതാകുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇലകളൊക്കെ വെട്ടും. അപ്പോൾ പിന്നെയും ഇതുപോലെ ഉണ്ടായിട്ട് വരും. ലക്കി ബാമ്പു ഞങ്ങൾ എല്ലാവരും വാങ്ങുന്ന പോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിലൊരു കമ്പെടുത്ത് മമ്മി ഇതുപോലെ പുറത്തുനിന്ന് പിടിപ്പിച്ച് വെച്ചു. അതിനുശേഷം ഇവിടെ ഇഷ്ടം പോലെ ലക്കി ബാമ്പൂസ് ഉണ്ട്. പുതിന ഇലയാണ് ഇത്, ഇനിയും ഉണ്ട്. മുന്നിൽ ചട്ടിയിലും പുതിന ഇല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു ആഫ്രിക്കൻ മല്ലിയിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, മല്ലിയില. അതാണ് കേട്ടോ ഈ ഒരു മല്ലിയില. കറ്റാർവാഴ ഇതിൻ്റെ അകത്തും ഉണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ ചട്ടിയിലൊക്കെ കറ്റാർവാഴ കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കുറച്ച് ഗ്രോ ബാഗ്സ് ആണ്. അത് നമ്മുടെ അടുക്കള കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുന്നംകുളം നഗരസഭയുടെ ഹരിതകർമ്മ സേനയാണ് ഈ ഒരു ഗ്രോ ബാഗ്സൊക്കെ എല്ലാ വീടുകളിലും എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ച് ചോദിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരും. 500 രൂപയ്ക്ക് 25 ഗ്രോ ബാഗ്സാണ് അവർ കൊണ്ടുവരിക. ഇതുപോലെ തന്നെ മണ്ണ് നിറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് തന്നെയാണ് അത് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി വെള്ളം നനയ്ക്കുക, അത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഗ്രോ ബാഗ്സിലൊക്കെ മെയിനായിട്ടുള്ളത് തക്കാളി, കോളിഫ്ലവർ, കാബേജ്, മുളക്, വെണ്ടയ്ക്ക ഇതുപോലത്തെയൊക്കെ ഐറ്റംസാണ്. അപ്പോൾ ഇത് ഏകദേശം കൊണ്ടുവന്നിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഉഷാറായിട്ട് വരുന്നുണ്ട്. വെള്ളമൊക്കെ നനച്ച് പരിപാലിച്ച് ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വിളവൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോഴുള്ള പരിപാടി ഇതൊക്കെയാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ഞങ്ങൾ ഈ ഒരു ചെടിക്കൊക്കെ ഈ ഗ്രോ ബാഗ്സിലൊക്കെ നനച്ചു കൊടുക്കുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. എന്താ പറയുക, എപ്പോഴും ഇൻഡോറൊക്കെ കണ്ടിരുന്ന് നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പുറത്ത് ഔട്ട്ഡോർ ഇതുപോലെ ഒരെണ്ണം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അബിജു സൈനിങ് ഓഫ്.